എന്നാൽ ഈ മാജിക്ക് വർക്ക് ചെയ്യുന്ന, അതായത് മാണിസാറിൻ്റെ മുകളിൽ ഈ മോര് കൊണ്ട് മാജിക്ക് വർക്ക് ചെയ്യുന്ന ആളെ ഇപ്പോൾ കൊണ്ടുവരേണ്ട സമയമായിരിക്കും. കുട്ടിയമ്മ ചേച്ചിയെ കൊണ്ടുവരണം. വരട്ടെ. കുഞ്ഞുമാണിച്ച, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ പല സ്ഥലങ്ങളിലൊക്കെ പോവുകയും വേളാങ്കണ്ണിക്ക് പോയി പല സിനിമകൾ കാണാൻ പോയി, അതിൽ പിന്നെ എല്ലാവരുടെയും വീടുകളിൽ കൂടി എല്ലാം പോയി. അങ്ങനെ 2-3 ആഴ്ച നമ്മൾ ചിലവാക്കിയില്ലേ? അതൊക്കെ എങ്ങനെ സമയം ഉണ്ടാക്കി? കുഞ്ഞുമാണിച്ച, ഇതിനുള്ള സമയമെല്ലാം കിട്ടിയത് വളരെ അത്ഭുതകരമായി തോന്നുകയാണല്ലോ. അത് ശരിയാണ്. മാണിസാറെ ഹൈലി റൊമാൻറ്റിക്കാണ് മാണിസാർ, അല്ലേ? ഞാൻ ആ രാഷ്ട്രീയം എന്ന് പറയും, ഇതെനിക്ക് ഊണും ഉറക്കവുമില്ലാതെ ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് അങ്ങ് ആ നല്ല സന്ദർഭത്തിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച ഇടയിലും ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ കല്യാണം കഴിക്കാൻ ചെന്നപ്പോഴേ ഞാൻ കുട്ടിയമ്മയോട് ചോദിച്ചു, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, അത് മനസ്സിലാക്കിക്കോണം. എന്നെ കല്യാണം കഴിച്ചാൽ എപ്പോഴും എന്നെ കിട്ടിയെന്ന് വരികയില്ല, എപ്പോഴും ഞാൻ കൂടെ എപ്പോഴും സമീപത്തിരിക്കണമെന്ന് വരികയില്ല. എനിക്കത് ഇഷ്ടമാണ്, രാഷ്ട്രീയക്കാരെ പൊതുപ്രവർത്തകരെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാൽ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ പറഞ്ഞത്, ഞാനിങ്ങനെ ഈ ജോലിത്തിരക്കിന് ഇടയിലും അവിടെ വരുന്നു. ജോലിത്തിരക്കിനിടയിൽ വന്നിട്ടും ഞാൻ കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനു വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും കുടുംബത്തെയും ജോലിത്തിരക്കിന് കുറേ സമയം, അല്പസമയം കിട്ടുന്ന സമയം ഭാര്യയോടുകൂടി കുടുംബത്തോടു കൂടി ഒക്കെ ഇരിക്കുക. ഭാര്യ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുക. ഒരു ദിവസം എന്നോട് കുട്ടിപ്പോ ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞാലും കുട്ടിപ്പോ ഒരു ദിവസം ചോദിച്ചു, ഞാനിങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണെന്ന് ഭക്ഷണം കഴിക്കുന്ന നോക്കിയില്ല, അതിൻ്റെ ടേസ്റ്റ് നോക്കിയില്ല. അപ്പോൾ വേറെ വിചാരം രാഷ്ട്രീയം, അവിടെ പുറത്ത് ആളെ നിൽക്കുന്നു, നമ്മളെ കാണാനായിട്ട് നിവേദകർ വന്നിരിക്കുക. അയ്യോ, ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് കഴിച്ചാൽ അവൻ നേരം പോയി, അപ്പം നിന്നോണ്ടൊക്കെ കഴിക്കും. അപ്പോൾ ഒരു ദിവസം കുട്ടിയമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞുമാണിച്ച, ഇത് ഈ വെച്ചിരിക്കുന്ന മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം എന്താണെന്ന് കൂടെയെങ്കിലും നോക്ക് എന്ന്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് പരിഭവം പറയാറുണ്ട്. എങ്കിലും പൊതുവേ കുട്ടിയമ്മയ്ക്ക് ഒരു പരാതിയില്ല, പരിഭവവും ഇല്ല. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരിൽ ഭർത്താവിനോട് ഒരു പരിഭവം ഇല്ലാത്ത ഒരു ഭാര്യയെ ഞാൻ കണ്ടെത്തുന്നത് കുട്ടിയമ്മ ചേച്ചിയിലാണ്. നിറഞ്ഞ സൗഹൃദം. അത് മാത്രമല്ല, കുട്ടിയമ്മ ചേച്ചി വന്നപ്പോൾ മാണിസാറിൻ്റെ മുഖത്ത് എന്താണ് ഉണ്ടായ ഹൈലി റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞില്ലേ, ഞാൻ ഈ ജോലി തിരക്കിനിടയിലൊക്കെ കുട്ടിയമ്മയായിട്ട് ഹണിമൂണിന് പോയി. അപ്പം ഞാൻ ഓർക്കുക, ഞങ്ങളുടെ ഹണിമൂണിങ്ങിൻ്റെ ആദ്യത്തെ, ഞങ്ങളുടെ പഴയ കാലത്തൊക്കെ, ഇപ്പോഴൊക്കെ അല്ലേ സ്വിറ്റ്സർലൻഡിനൊക്കെ പോകും. പഴയ കാലത്ത് നമുക്ക് എറണാകുളത്ത് പോവുക, തിരുവിതാംകൂറ്, കൊച്ചി ഒക്കെ 2 രാജ്യങ്ങളാണ്. തിരുവിതാംകൂറ്, കൊച്ചി, മലബാർ എന്നൊക്കെ പറയുന്നത് 2-3 രാജ്യങ്ങളാണ്. പിന്നെയല്ലേ ഐക്യ കേരളമൊക്കെ വന്നു. എവിടെയാണ് സാർ ഹണിമൂണിന് പോയത്? അതെ, അപ്പം ഞാൻ പറയാം. അപ്പോൾ എറണാകുളത്ത് ഹണിമൂണിങ്ങിന് പോകുന്നു. പാലായിൽ നിന്ന് എറണാകുളത്ത് കൊച്ചിയിലാണ് പോകുന്നത്. കൊച്ചി രാജ്യത്ത് പോവുകയാണ്. അപ്പം പിന്നെ അത് പഴയ കാലത്ത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ബോട്ട് യാത്രയാണ്. ഹണിമൂണിൻ്റെ കുട്ടിയമ്മയായിട്ട് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈക്കം ബോട്ട് ജെട്ടിയിലേക്ക് ഒരു യാത്രയുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് അപ്പോൾ ഇപ്പോഴും എനിക്ക് വൈക്കം കായലിലോളം വെട്ടുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ സംഘത്തെ പറഞ്ഞപോലെ, വൈക്കം കായലിലോളം വെട്ടുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ കുട്ടിയമ്മയെ. അപ്പൊ ഞാൻ ആ ബോട്ട് യാത്ര ഇങ്ങനെ ഓർക്കുക ചെയ്തു. അത് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, മാണിസാറിന്റെ കൈകളിലേക്ക് നോക്കിയാൽ കോൾമയെ കൊണ്ട്. അപ്പൊ ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഹണിമൂണിനൊക്കെ സമയം കണ്ടെത്താനും കുട്ടിയമ്മയായിട്ട് യാത്ര പോകാനും ഒക്കെ അതിനൊക്കെ സമയം എടുക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ സിനിമയ്ക്കൊക്കെ പോവും, കുറേയൊക്കെ യാത്രയൊക്കെ പോവും. ഇപ്പോഴായാലും ഫാമിലി ആയിട്ടൊക്കെ കുറേയൊക്കെ യാത്രയൊക്കെ പോകും. മാത്രമല്ല, കുട്ടിയമ്മ ചേച്ചി ഒരു കാര്യം പറഞ്ഞു, എത്ര തിരക്കിട്ട് എൻ്റെ കുഞ്ഞുമാണിച്ചൻ യാത്ര പോകുമ്പോഴും എൻ്റെ കവളിലൊരു ഉമ്മ വന്നിട്ടേ പോകുള്ളൂ. ശരിയാണോ? ശരിയാ. ചെറുപ്പക്കാരെ പോലും എന്താ പറയുക, അവരിൽ പോലും അസൂയ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള. അത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി പോവുക, ഭാര്യയ്ക്കൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് പോവുക. അപ്പം മാണിസാറെ, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഭാര്യയെ ഏറ്റവും കൂടുതൽ ഉമ്മ വെച്ച ഒരാൾ മാണിസാറായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് മാണിസാറ് ഇത്രയും ഈ പ്രായത്തിലും യാത്ര പോകുന്നതിന് മുമ്പ് ഒരു ഉമ്മ കൊടുത്തിട്ട്. ഇതൊരു കുസൃതി ചോദ്യം എന്നല്ലാതെ അതിനിപ്പോൾ എങ്ങനെയാണ് മറുപടി പറയുന്നത്?
ഇത് കുസൃതി ചോദ്യമല്ല. ഞാനിത് മാണിസാര ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയുള്ള ഒരു പാഠം ഈ ചോദ്യത്തിലൂടെ കൊടുക്കുകയാണ്. ഇതൊക്കെ മോൻ പകർത്തുന്നുണ്ടോ? അല്ല അതിനിപ്പോൾ അല്ല എനിക്കറിഞ്ഞൂടാ. മോന് അവൻ നല്ല രീതിയിലാണ് പോകുന്ന കാര്യങ്ങളൊക്കെ.